ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കാം. നമ്മുടെ വീട്ടിലുള്ള നോർമൽ മെഷീൻ, അതായത് ചെറിയ മെഷീൻ ആയാലും ശരി, അതല്ല അംബ്രല്ല മെഷീൻ ആയാലും നമുക്ക് എങ്ങനെയാണ് സിമ്പിളായിട്ട് ഓവർലോക്ക് ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. നമ്മൾ ബിഗിനേഴ്സ് സ്റ്റിച്ചിങ് ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തുള്ളവർക്ക് തുന്നി കൊടുക്കാൻ തുടങ്ങുന്ന സമയത്തായിരിക്കും ഈ ഓവർലോക്ക് മെഷീൻ ഇല്ല എന്നുള്ളൊരു പ്രശ്നം വരുന്നത്. അപ്പോൾ അതൊന്നും വേണ്ട കേട്ടോ. നമ്മുടെ കയ്യിലുള്ള മെഷീൻ ഉണ്ടെങ്കിൽ മതി, നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഓവർലോക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതിന് ഇതേപോലെ ഒരു വെള്ള നൂലും ബോബിനും മാത്രം മതി. നമുക്ക് ഓവർലോക്ക് ചെയ്യുമ്പോൾ ഈ ലിവർ കണ്ടില്ലേ, ഇതാണ് കേട്ടോ മെയിനായിട്ട് വേണ്ടത്. ഈ ലിവറിനെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ താഴെയും മുകളിലുമായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇത് വിട്ട് കഴിഞ്ഞാൽ നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്യുന്നത് തെറ്റും കേട്ടോ. നിങ്ങളുടെ അടുത്ത് ഇതിലും ചെറിയ മെഷീനാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തായിട്ട് നമ്മുടെ ലിവർ അഡ്ജസ്റ്റ് ചെയ്യേണ്ടല്ലോ. സ്റ്റിച്ച് നമ്മൾ ചെറുതും വലുതും വെക്കുമല്ലോ, അപ്പോൾ അതിന് ചില മെഷീനിൽ താഴെയാക്കിയാലായിരിക്കും റിവേഴ്സ് പോവുക, ചിലതിൽ മുകളിലായിരിക്കും. അപ്പോൾ എങ്ങനെയായാലും അതിലും നമ്മൾ ഈ ലിവറിൽ ചെയ്യുന്ന പോലെ തന്നെ മുകളിലേക്കും താഴേക്കും ആക്കി വിട്ടാൽ മതി കേട്ടോ. ആദ്യം ഇതേപോലെ നൂല് നമ്മൾ എപ്പോഴും ഇടുന്ന പോലെ തന്നെ സെറ്റാക്കി വെക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ നോർമലി ചെയ്യുന്ന സ്റ്റിച്ചിനെക്കാട്ടിലും ഞാൻ 2ലാണ് വെക്കുക. അപ്പോൾ അതിനെക്കാട്ടിലും ഒരു പൊടിക്ക് ചെറുതാക്കി കൊടുക്കുക. പിന്നെ അരികു വശത്ത് നൂലൊന്നും ഇല്ലാതെ കറക്റ്റായിട്ട് നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ഓവർലോക്ക് ചെയ്യേണ്ട തുണീനെ ഇതേപോലെ മെഷീൻ്റെ അവിടെ വെച്ചിട്ട് ആദ്യം ഒന്ന് കെട്ടിട്ട് നിർത്തുക. നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ലിവർ വിടരുത്. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇത് മുകളിലേക്കും താഴേക്കും ഇതേപോലെ ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. ആ കെട്ടിട്ട് കൊടുത്തിട്ട് ഒരു 2-3 പ്രാവശ്യം ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഇതേപോലെ 1 ഇഞ്ചോളമൊക്കെ നമുക്ക് ചെയ്ത ശേഷം ഫുഡ് ഉണ്ടല്ലോ, അതിൻ്റെ 2 സൈഡും ഇതേപോലെ വിരൽ വെച്ചിട്ട് നമ്മൾ ഈ ലിവർ എങ്ങനെയാണോ താഴെയും മുകളിലേക്കും ചെയ്ത് വിടുന്നത് അതേപോലെ തന്നെ ഈ 2 വിരലിൽ തുണീനെ മുകളിലേക്കും താഴേക്കും ഇതേപോലെ ചെയ്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. അതേപോലെ തന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ആ ഫുഡ് ഉണ്ടല്ലോ അതിൻ്റെ വലത്തേ സൈഡ് 2 വിരലും ഇടത്തേ സൈഡ് 3 വിരലും അല്ലേ നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 3 വിരലുണ്ടല്ലോ ആ ഭാഗത്തേക്ക് തുണീനെ ഒന്ന് ഇടത്തെ ഭാഗത്തായിട്ട് വലിച്ചു കൊടുക്കണം കേട്ടോ, എന്നാലേ ആ സ്റ്റിച്ച് നീങ്ങുള്ളൂ. നമ്മൾ വലിച്ചു കൊടുക്കണം, അതേ സമയം തന്നെ ഈ തുണീനെ മുകളിലേക്കും താഴേക്കും ഇതേപോലെ ചെയ്ത് കൊടുക്കണം, എന്നാലേ നമുക്ക് നല്ല ഫിനിഷിങ്ങിലും ചെയ്യാൻ പറ്റുള്ളൂ. അല്ല നമ്മൾ നീക്കി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഒരവിടെ തന്നെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കും. നമ്മൾ ഈ 3 വിരലുകൊണ്ട് ആ തുണീനെ നീക്കിയിട്ട് മുകളിലേക്കും താഴേക്കും ഇതേപോലെ ചെയ്യണം കേട്ടോ. ഞാനിതിൽ ബ്ലൗസിൻ്റെ സൈഡ് വശമാണ് കേട്ടോ ഇതേപോലെ ഓവർലോക്ക് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ സ്ലീവ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളതും കൂടി കാണിച്ചു തരാം. അപ്പോൾ ഇതേപോലെ ആ സൈഡ് മുഴുവനും ഒന്ന് ചെയ്തെടുക്കുക. സ്ലീവ് വെക്കുമ്പോഴും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ തയ്യൽ തുമ്പ് വിട്ടിട്ടുണ്ടല്ലോ സ്ലീവിൻ്റെ, അത് മുകളിലേക്കായിട്ട് ഇതേപോലെ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് നേരത്തെ ബോഡി പോർഷനിൽ ചെയ്തത് അതേപോലെ തന്നെ ഈ വിരൽ നമ്മൾ മുകളിലേക്കും താഴേക്കും ആക്കുക. അതേസമയം തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് ചെറുതായിട്ട് ഇതേപോലെ വലിച്ചു കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. ആദ്യമായിട്ട് ചെയ്യുമ്പോൾ 1-2 പ്രാവശ്യമൊക്കെ നൂല് പൊട്ടിപ്പോവും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഫ്ലോയിൽ ചെയ്യാൻ കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രശ്നമൊന്നും വരാതെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഓവർലോക്ക് മെഷീൻ ഇല്ല എന്നുള്ള പ്രശ്നം കാരണം നിങ്ങൾ ഓർഡറൊന്നും എടുക്കാതിരിക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ മെഷീനിൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഒരുപാട് ലെങ്തായിട്ട് പോകുന്നതുകൊണ്ടാണ് ഇത്രയും സ്പീഡാക്കിയിട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ ഈ മെഷീനിൽ എത്ര പറ്റുമോ അത്രയ്ക്ക് ഫിനിഷിംഗ് ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.